കൊച്ചിയിൽ റേഞ്ച് റോവർ അൺലോഡിംഗിനിടെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചതിൽ പോലീസ് കേസെടുത്തു. വണ്ടിയോടിച്ച നൌഷാദിനെ പ്രതിയാക്കിയാണ് പാലാരിവട്ടം പോലീസ് കേസെടുത്തത്. നിതിൻ സേവ്യർ വിവരങ്ങൾ നൽകും. നിതിൻ, എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? കഴിഞ്ഞ ദിവസമായിരുന്നു ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. റേഞ്ച് റോവർ കാർ അൺലോഡ് ചെയ്യുന്നതിനിടെ ഇത്തരത്തിൽ വാഹനം നിയന്ത്രണം വിട്ട് പുറകോട്ട് പോവുകയും ഇയാൾ മരിക്കുകയുമായിരുന്നു. ഈ കേസിലായിരുന്നു ഇപ്പോൾ പാലാരിവട്ടം പോലീസ് കാർ ഓടിച്ച നൌഷാദിനെ പ്രതിയാക്കി കേസെടുത്തത്. ഈ നൌഷാദ് CITUവിന്റെ തൊഴിലാളിയാണ്, ചുമട്ടുതൊഴിലാളിയാണ്. അവിടെ ഈ കൃത്യമായി ഇതിനുള്ള ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ലാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായതെന്നാണ് പോലീസ് കണ്ടെത്തിയത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, ജീവൻ അപകടത്തിലാക്കുന്ന പ്രവൃത്തി തുടങ്ങിയ വകുപ്പുകൾ, അതായത് BNS 106, 125, 125A എന്നീ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ പാലാരിവട്ടം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമാണ് ഇടപ്പള്ളി ഇത്തരത്തിൽ പാലാരിവട്ടം ചളിക്കവട്ടത്ത് റേഞ്ച് റോവർ കണ്ടെയ്നർ ലോറിയിൽ നിന്നും ഇറക്കുന്ന വഴിക്ക് അപകടമുണ്ടായത്. പരിശീലനം ലഭിക്കാത്ത വ്യക്തിയാണ് ഈ വാഹനം ഓടിച്ചതെന്നും പ്രീ ഡെലിവറി ഇൻസ്പെക്ഷന് മുന്നേ വാഹനം ഓടിക്കേണ്ട പരിശീലനം ലഭിച്ചിരുന്നില്ലെന്നും ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. മട്ടാഞ്ചേരി സ്വദേശിയായ റോഷൻ ആന്റണി സേവ്യർ എന്ന 37 വയസ്സുകാരനായിരുന്നു ഈ അപകടത്തിൽ മരിച്ചത്. ഈ സംഭവത്തിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ശരി, കൊച്ചിയിൽ നിന്ന് നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകിയത്.